പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി UG 4 വർഷ ഡിഗ്രി PG ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക്, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, ഒരു കോഴ്സിൽ ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലാസ്റ്റിലെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്? ഓക്കെ, ഒരു ക്ലാസ്സിലുള്ള അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം. ഇൻഡെക്സ് മാർക്ക് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഓരോ കോഴ്സിന്റെയും അഡ്മിഷൻ കൊടുക്കുന്നതിന് ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് ഓരോ കോഴ്സിന്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചോദിച്ചാൽ ഒറ്റയടിക്ക് പറഞ്ഞു തരാൻ, അല്ല ഓരോന്നിന്റെ ഡിഫറെന്റ് ആണ്. ഉദാഹരണത്തിന് BBAയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ മാർക്സ്, അതിലേക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വെയിറ്റേജും മറ്റു കാര്യങ്ങളും ആഡ് ചെയ്യും. BA എക്കണോമിക്സിന്റെ ഇൻഡെക്സ് മാർക്ക് ടോട്ടൽ മാർക്കിന്റെ കൂടെ BA എക്കണോമിക്സ് പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 50 മാർക്ക് പ്ലസ് നിങ്ങളുടെ NSS NCC അതിന്റെ വെയിറ്റേജ്. അങ്ങനെ PGക്കും ഓരോ കോഴ്സിനും ഓരോ ഇൻഡെക്സ് മാർക്കിംഗ് രീതിയാണ്. BSc കെമിസ്ട്രിക്ക് വേറെ രീതി, ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് വേറെ രീതി, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയാണ്. അപ്പൊ അത് പ്രകാരം അത് എങ്ങനെയാണ് നോക്കുക എന്നതിന്റെ PDF ലിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കാം. കോളേജുകളുടെ ലിസ്റ്റിന്റെയും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓരോ കോളേജ് നോക്കുക, ആ കോളേജിലെ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG കോഴ്സുകളുടെ അഡ്മിഷൻ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും ഇവിടെ ലഭ്യമായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതെങ്ങനെ പരിശോധിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഏത് കോഴ്സ് FIUGP ഇത് ഡിഗ്രി കോഴ്സിന്റെ പാർട്ടാണ്. ഈ ഡിഗ്രി കോഴ്സിന്റെ ഈ പാർട്ടിൽ എടുക്കുക ഏതാണ് കോഴ്സ്. ഓക്കെ, ഞാനെടുത്ത് BA ഹിസ്റ്ററി ഓണേഴ്സ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഗവൺമെന്റ് കോളേജ് മലപ്പുറം 1200 ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് ലാസ്റ്റ് ഇയറിൽ ജനറൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. ഈയവ മെറിറ്റിൽ 1157, മുസ്ലിം മെറിറ്റിൽ 1191. ഇതിലില്ലാത്ത കാറ്റഗറി എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ ഓരോ മലപ്പുറം ജില്ലയിലെ കോളേജ് കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ കോളേജും ഉൾപ്പെടണം. ഹാൾ നോക്കിയാൽ എല്ലാ കോളേജും, ഇവിടെ ഏത് കോളേജാണെന്നുള്ള പച്ചയിൽ കാണാം. എയ്ഡഡുകളൊക്കെ പച്ച, സെൽഫ് ഫിനാൻസിങ് കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് ഓരോ കോഴ്സ്, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇവിടെ സെലക്ട് ചെയ്യുക, ഏതാ കാറ്റഗറി. ഇനി PG ആണെങ്കിലും വളരെ ഈസിയാണ്. MSc സുവോളജി എല്ലാ ജില്ലയാണ് ഞാൻ പരിശോധിക്കുന്നത്. MSc സുവോളജി എവിടെയൊക്കെ MSc സുവോളജി ഉണ്ട് എന്ന് അറിയാനും ഇത് സുഖമാണ്. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റഡ് PG അങ്ങനെ കുറച്ച് പ്രോഗ്രാം ഉള്ളു, അതുകൊണ്ട് MES കല്ലടി കോളേജ് ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ്. ഓക്കെ, ഈ വർഷം MES കല്ലടി കോളേജ് ഓട്ടോണമസ് കോളേജായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലഭ്യമാണ്. ഓക്കെ, താങ്ക് യു.